75-ാം വയസ്സിലും കോതമംഗലം സ്വദേശിയായ ജോസഫ് പീച്ചനാട്ട് കണ്ടുപിടുത്തങ്ങളുടെ തിരക്കിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ 50-ലേറെ യന്ത്രങ്ങളാണ് ഈ പരിസ്ഥിതി പ്രവർത്തകൻ കണ്ടുപിടിച്ചത്. പണ്ടേ കണ്ടുപിടുത്തങ്ങളിൽ കമ്പമുണ്ടായിരുന്ന ജോസഫ് ഏട്ടൻ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തതോടെയാണ് മുഴുവൻ സമയവും പരീക്ഷണങ്ങളുടെ ലോകത്തേക്ക് കടന്നത്. 30 വർഷം മുമ്പ് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമായ കാലത്താണ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ചിന്ത ഉടലെടുക്കുന്നത്. ക്രമേണ കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. കുറഞ്ഞ വിലയിൽ കർഷകർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിരവധി കോഴ്സുകളും അദ്ദേഹം പഠിച്ചു. ഇസ്രയേൽ പഠനം പൂർത്തിയാക്കിയാണ് തേൻ ശേഖരിച്ച് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നത്. ലിഥിയം ബാറ്ററി നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാൻ ഈ അടുത്ത് ചെന്നൈയിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കി. പരിസ്ഥിതി സൗഹൃദമായ ക്യാരി ബാഗുകൾ നിർമ്മിക്കാനായി ടൈലറിംഗ് പഠിച്ചു. ഇത്തരത്തിൽ 18ഓളം കൈത്തൊഴിലുകൾ ജോസഫ് ഏട്ടന് അറിയാം. പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കാനുമുള്ള ജിജ്ഞാസയും അശ്രാന്ത പരിശ്രമവുമാണ് ജോസഫ് ഏട്ടന്റെ കണ്ടുപിടുത്തങ്ങളുടെ നട്ടെല്ല്. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായുള്ള പേഷ്യന്റ് ലിഫ്റ്റിംഗ് ചെയർ നിർമ്മാണമാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ വ്യത്യസ്തമായത്. ഹലുവയും പായസവും ഉൾപ്പെടെ അനായാസം നിർമ്മിക്കാൻ കഴിയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ മെഷീന്റെ കണ്ടുപിടുത്തത്തിന് കാർഷിക വകുപ്പിന്റെ അവാർഡ് ലഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 1 ഡസനിലധികം അവാർഡുകളും ജോസഫിന്റെ ഷെൽഫിൽ ഭദ്രം. ചക്കച്ചുള എളുപ്പത്തിൽ വെട്ടിയെടുക്കാനുള്ള ഉപകരണം, ഭക്ഷ്യമാലിന്യം കോഴിത്തീറ്റയും കാലിത്തീറ്റയുമാക്കി മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന മിക്സർ, പച്ചത്തേങ്ങ ഉണക്കാനുള്ള ഡ്രയർ തുടങ്ങി നിത്യജീവിതത്തിലെ ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന നിരവധി ഉപകരണങ്ങളും ജോസഫിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ലിസ്റ്റിലുണ്ട്. ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് പലർക്കും പരിശീലനം കൊടുത്ത്, അതായത് ചുരുങ്ങിയ വരുമാനക്കാരനെ കൂര കെട്ടി കിടക്കാതെ അവന് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് ഒരു സാമാന്യം അവന് ഒരു കൂര എന്ന് മാറ്റിയിട്ട് ഒരു ചെറിയൊരു പെര എങ്ങനെ സ്വന്തമായിട്ടുണ്ടാക്കാം, ഒരു ഭാര്യയും ഭർത്താവ് വേണമെങ്കിൽ ഒഴിവ് സമയങ്ങളെ അവർ ശ്രമിച്ചാൽ എങ്ങനെ ഒരു വീടുണ്ടാക്കാമെന്നുള്ളതിനെപ്പറ്റി ഞാനൊരു പരിശീലന ക്ലാസ് തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും, അതുപോലെ കൃഷിയെ സംബന്ധിച്ച് ഞാൻ വിദേശങ്ങളിൽ നിന്ന് പല ടെക്നിക്കും പഠിച്ചു. ഇപ്പോൾ തേനീച്ച വളർത്തൽ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ അപാകത മനസ്സിലാക്കുന്നത്. തേൻ കിട്ടുന്ന കൃഷിക്കാർക്ക് തേനീച്ച വളർത്താനേ അറിയാവുള്ളൂ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്കും തേനീച്ച വളർത്താനെ പറ്റി അറിയുള്ളൂ. അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി അവർ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ തേനീച്ചയെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇത് ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഞാൻ തേൻ സംസ്കരണ മെഷീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. അവിടെ കൊണ്ടും ശരിയാകാതെ വന്നപ്പോൾ ഇസ്രയേലിൽ പോയതുകൊണ്ടാണ് എനിക്ക് കൃഷിയെപ്പറ്റിയും കൂടുതൽ പഠിക്കാൻ സാധിച്ചു. തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു പോകുന്നു. പിന്നെയാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരം പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കാനുള്ള മെഷീനാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങുന്നത്. അങ്ങനെ കാരണം ഞാൻ പരിസ്ഥിതി സംരക്ഷണ സംഘടനയിലൊക്കെ സജീവമായിട്ടിരുന്ന സമയത്ത് അങ്ങനെ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് പലതരത്തിലുണ്ടാക്കി കേരളം മുഴുവൻ അതിൻ്റെ പരിശീലനം നടത്തിയിട്ട് മെഷീൻ വേണ്ടവർക്ക് മെഷീൻ കൊടുത്തു. അങ്ങനെ വന്നതോടുകൂടി അതിനോടനുബന്ധിച്ച് വേറെ പല കാര്യങ്ങളും തയ്യൽ പഠിച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പേപ്പർ ബാഗ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ തുണിസഞ്ചി തയ്ക്കാൻ പഠിപ്പിക്കാനായിട്ട് ഞാനതിന് കേന്ദ്ര സർക്കാരിൻ്റെ കഴക്കൂട്ടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അത് പഠിച്ചു. അതിൻ്റെ മെഷീൻ മെക്കാനിസവും തയ്യൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നിനും അതെല്ലാം കണക്റ്റഡാണ് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 18ഓളം തൊഴിലുകൾ എനിക്കറിയാം. അതിൽ എല്ലാം തന്നെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലാതെ എനിക്ക് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും മറ്റു രീതിയിൽ ഒരു വലിയ ആളാണെന്ന് കാണിക്കാനോ അല്ല. ഓരോ സന്ദർഭത്തിലും ഇത് ആവശ്യമായി വരുമ്പോൾ ഞാൻ പോയി പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മദ്രാസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നതുള്ളൂ. അതായത് ഈ നമ്മുടെ ഈ ലിഥിയം ബാറ്ററിയെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ ഇനി ഭാവി അതിലാണ്. നമ്മൾ ഈ ബാറ്ററി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളും മറ്റു ഉപകരണം, ഇപ്പോൾ എൻ്റെ ഉപകരണത്തിലൊക്കെ ഞാൻ ലിഥിയം ബാറ്ററിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഈയിടെ ഞാൻ പഠിച്ചതാണ്. എൻ്റെ ഇപ്പോഴത്തെ പ്രായം വെച്ചിട്ട് പഠിക്കാൻ പോകുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഭീമമായ സംഖ്യ കൊടുത്താണ് ഞാനത് അഡ്മിഷൻ മേടിച്ച് അത് പഠിച്ചും പോകുന്നത്. ശാസ്ത്ര ഗവേഷകർ എന്നറിയപ്പെടുന്ന ചിലരിൽ നിന്ന് തനിക്ക് ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ടെന്നും ജോസഫ് പറയുന്നു. എങ്കിലും തന്റെ ഈ യാത്ര കൂടുതൽ ഊർജ്ജത്തോടെ തുടരുമെന്ന് 75ന്റെ ചുറുചുറുക്കോടെ ജോസഫ് ഏട്ടൻ പറഞ്ഞു നിർത്തുന്നു. ETV ഭാരത്, എറണാകുളം.